ടീച്ചർ യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്. എനിക്കും ഒരു പ്രവേശനോത്സവം തന്നെയാണിത്. ഈ മേഖലയിലെ എൻ്റെ പഠനത്തിൻ്റെ വേറൊരു ക്ലാസ്സിലേക്കുള്ള പ്രവേശനമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉറപ്പ് പറയാനും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആഗ്രഹിക്കുക. ഒരു രക്ഷിതാവിൻ്റെ മനസ്സോടെ ആ കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ളത് ഒരു വലിയ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെ പറയാൻ ആഗ്രഹിക്കുക. Welcome to our paradise. This is our paradise. You are making heaven for them. Right. കുട്ടികളെ 6 വയസ്സിനകത്ത് വരുന്ന കുട്ടികളാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ വന്നാൽ നമുക്ക് എളുപ്പം മാറ്റിയെടുക്കാൻ കഴിയും. രണ്ടര വയസ്സേ ഉള്ളൂ. സ്കൂളിൽ പോയാൽ വീട്ടിൽ പോകാൻ ഇഷ്ടമേ. ഇപ്പൊ 3.5 വയസ്സ്. വീട്ടിൽ പോകാൻ ഇഷ്ടമല്ല. ആരാന്നറിയോ? ആണുങ്ങളെ ഇഷ്ടം. ഇഷ്ടം ഹലോ ഹലോ ഫുള്ള് സത്യം. ഉപ്പ ഇവിടെ ഉപ്പ് ബായിലല്ലേ? ഉപ്പ അവിടെ ഹായ് ഹായ് പറഞ്ഞിട്ട് ഷേക്കാൻ്റെ ഉപ്പ എവിടെയെന്ന് ചോദിക്കുക. ഉപ്പ ദുബായിലല്ലേ? ദുബായിലല്ലേ? MP ഇവിടെയാ. ചേട്ടന്മാര് ഭയങ്കര ലെവല് താഴെയാണ് കുറച്ച് കെയർ വേണം. മറ്റേ ക്ലാസ്സിൽ കുറച്ച് ആണെങ്കിലും കാര്യങ്ങളെല്ലാം പുതിയ രണ്ട് മൂന്ന് പേരെ അവർക്ക് എന്താ ആദ്യത്തെ ദിവസമായിട്ട് മിഠായി ഉണ്ടോ? ആദ്യത്തെ ദിവസമായിട്ട് ഹാപ്പി ആവും. അവിടെ ടീച്ചർ പറഞ്ഞു വൈഷ്ണവി എന്താ പേര്? അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അവര് നമ്മളോടൊക്കെ ഹാപ്പി ചിലര് നമ്മൾ കോപ്പ് വെച്ചിട്ട് സമയം ഇതിപ്പോ 2 മാസം വീട്ടിലല്ലായിരുന്നോ? അപ്പൊ വീട്ടിന് ട്രെയിനിങ് ആ മാമിന്റെ ആദ്യമായിട്ട് 2 മാസം കഴിഞ്ഞ് വന്നതല്ലേ.
ഇത് 18 വയസ്സിന് മേലോട്ടുള്ള എല്ലാവരും പരിചയമുണ്ടോ? പനിയാ? പനി പോകും. ഇത് പറയുന്ന കുട്ടികളല്ല, 18 വയസ്സിന് മേലോട്ടുള്ളതാണ്. ശരിക്കും 18 വയസ്സിന് മേലോട്ടുള്ള ഒരു കേരള വിഭാഗത്തിൽ കണ്ടു. പക്ഷെ ആ വിഭാഗത്തിലുള്ള MP ആണ്. കൈ കൊടുക്കും. ഒട്ടിയതാ? ഒട്ടിയാൻ പോയല്ലേ? കട്ട്. അപ്പൊ നമുക്ക് ചെറിയ കട്ടുകളികൾ ചെയ്തു, ചെറിയ ചെറിയ മാലകൾ അങ്ങനെ കുറെ. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇവരെ ചെയ്യിക്കുകയും അത് കുട്ടികൾ വിറ്റ് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കൂടുതൽ വിറ്റത്. സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടാക്കും. സോഫ്റ്റ് ടോയ് എന്ന് പറഞ്ഞാൽ അനുരാഗ് വിളിച്ചോ? അങ്ങ് നോക്കാട്ടാ. അറിയാം, ഇവർക്ക് തമ്മിൽ ഒന്നും അറിയില്ല. ഇതാരാ ഷാഫി? ഇത് അടുത്ത ക്ലാസ്സിൽ പോവാം. മാഷ് നാളെ പോയി ഇവിടെ പഠിപ്പിക്കുമല്ലേ? മാഷ് അമ്മമാരെ അഭിനയം അറിയോ? നിങ്ങൾ കാണേണ്ട നാടകമായിരുന്നു. അതെ. ഇതാരാ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ആരാ? ഷാഫിക. ആകെ അറിയാൻ. അവർക്ക് കുറച്ച് പഴയതായതുകൊണ്ട് ട്രെയിനിങ് കിട്ടി, അവർക്കറിയാം. മാസം വീട്ടിൽ ഇരുന്നിട്ട് വരുമ്പോ ആകെ ബുദ്ധിമുട്ടായി. ഡയാന എന്താ എന്താ എന്റെ ക്ലാസ് മാറിയപ്പോ സങ്കട സാരം കേട്ടോ. ചെറിയ ക്ലാസ്സിലായിരുന്നു. ഈ ജോയിന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റ് ഇല്ലായെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര
ഇതിന് മേലോട്ടുള്ള കുട്ടികളാണ്. 15 മേലോട്ടുള്ള വിവിധ കാറ്റഗറി നമ്മൾ കണ്ടുകഴിഞ്ഞു ഇല്ലേ? ലോ എബിലിറ്റി, തീരെ കെയറിലുള്ള കുട്ടികൾ, പിന്നെ 15 താഴെയുള്ള വിവിധ ക്ലാസ്സുകളിലെ കുട്ടികൾ. ഇവര് ഉണ്ടാക്കും, എന്താ പറയാ, മോപ്പ് ഉണ്ടാക്കും. ഇവരെല്ലാം ഉണ്ടാക്കാറ്. അപ്പൊ പിന്നെ വിവിധ പിന്നെ ഈ ലിക്വിഡ് പോലെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ നടത്തി ഫിനോയിൽ അങ്ങനെ. പിന്നെ NSS സ്കൂളിലെ കോളേജിലും NSS പിള്ളേരിലെ അവരിവിടുന്ന് സാധനം വാങ്ങിച്ചിട്ട് അവർ വെച്ചിട്ട് പോയി. അത് ഇവർക്ക് വലിയ ആശ്വാസമാണ്. അത് ഞങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഈ അത് ഈ പറയുന്ന ഫിനോയിലാണ്. പിന്നെ സംസ്ഥാന കലോത്സവത്തിന് പ്രോഗ്രാംസ് നേരിട്ട് കാണണം. ഇവിടെ കൈ കൊടുക്കണോ? ഇതെന്താ പറ? സ്കൂൾ വലുതാക്കി തരാൻ പറയും. നമ്മളെ സ്കൂൾ വലുതാക്കി തരാൻ പറയും. നമുക്ക് കാലത്തിനനുസരിച്ച് കുറച്ച് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമായിരുന്നു. അല്ല, അതിന്റെ കോസ്റ്റ് അവിടെ ഇതാണ് ഇവരുണ്ടാക്കുന്ന സാധനം. ഇത്ര ഇതുണ്ട്. പിന്നെ കാർപ്പറ്റ് ഉണ്ടാക്കിയ സാധനങ്ങള്. മറ്റൊരു ഇതിന് വയറിങ് വരിക. ശാന്തിയുടെ ഇല്ലാത്തത് ആ ക്ലോസറ്റ് മാത്രമേ ഉള്ളൂ. അത് തൽക്കാലം നമ്മൾ വാങ്ങി ഒരു കൃഷിയൊക്കെ ചെയ്തു. ഒരു ഫോട്ടോ എടുക്കട്ടെ. PTA പ്രസിഡന്റ് ഇവിടെ. അല്ല അവരെ ഒരു ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആഗ്രഹം, എന്റെ ആഗ്രഹമല്ല. കസേരയിൽ ഇരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നല്ല ഗീതം ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന 2026-27 ഇന്നൊരു മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി മാറട്ടെ. മറക്കാൻ പറ്റാത്ത അഭിമാനകരമായ ഒരുപാട് കുട്ടികൾക്കും ആശ്വാസം നൽകേണ്ടത് ഈ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിൽ അവരാൽ നടത്താൻ അവരെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ചെയ്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി കുട്ടികൾക്ക് നൽകുന്നത്. പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം കുട്ടികളുടെ പഠന പുരോഗതിക്കായി അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നാളെ ചെയ്യും. കാര്യം ഇപ്പോൾ ഇവിടെ ഇരുന്ന അടിത്തറയാണ് 18 വയസ്സായ കുട്ടിയുടെ തൊഴിൽശാലയിൽ പോകുമ്പോൾ ആ കുട്ടി ചെയ്യും. അവർക്ക് ആശ്വാസമായി ജീവിക്കണമെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ ശ്രീ ഷമി പറമ്പിലമ്പി അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഞാൻ ഓരോ ക്ലാസ്സിലും പോയി അവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് നേരം സമയം എടുത്തിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തത്. കാര്യം അതൊരു മുതൽക്കൂട്ടായി മാറട്ടെ. കുഞ്ഞുങ്ങളെയും അവിടുത്തെ പ്രവർത്തനവും നേരിട്ട് കണ്ട് പഠിക്കുമ്പോഴാണ് എപ്പോഴും ഒരു ജനനേതാവിന്, ഒരു രാഷ്ട്രീയ നേതാവും ശക്തിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പരിപാടിയായ എൻ്റെ പ്രിയങ്കരനായ മക്കൾ എല്ലാവരെയും, അവരുടെ പ്രിയങ്കരനായ രക്ഷിതാക്കൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രിയപ്പെട്ട അധ്യക്ഷ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ ശില്പ, വേദിയിലുള്ള പ്രിയപ്പെട്ട ആദിൽ, പ്രിയപ്പെട്ട ദുഃഖി, ഏറ്റവും പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ,
അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹനീഫ് മാഷ്, പ്രിയപ്പെട്ട ബഹുമാന്യനായ മഠത്തിൽ, പ്രിയപ്പെട്ട ശ്രീ ബഷീർ മേലടി അവറുകൾ, പ്രിയപ്പെട്ട ബേബി ചേച്ചി, അനീഫ ഹാജി, മറ്റ് വേദി അധ്യാപകന്മാരെ, അനധ്യാപക ജീവനക്കാരെ, ശാന്തി സദനത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞു കൂട്ടുകാർ, ഏറ്റവും ബഹുമാന്യനായ രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഞാൻ ഒരു ഉദ്ഘാടകൻ്റെ മനസ്സോടെ എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയില്ല. ടീച്ചർ യഥാർത്ഥത്തിൽ പറഞ്ഞത് ശരിയാണ്. ഇത് പ്രവേശനോത്സവമാണ്. എനിക്കും ഒരു പ്രവേശനോത്സവം തന്നെയാണിത്. ഈ മേഖലയിലെ എൻ്റെ പഠനത്തിൻ്റെ വേറൊരു ക്ലാസ്സിലേക്കുള്ള പ്രവേശനമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ അറിവിലേക്ക് മാത്രമായി സൂക്ഷിച്ചു വെക്കാനല്ല, അത് നടപടികളിലേക്ക് കടക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുറപ്പ് പറയാനും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആഗ്രഹിക്കുക. ടീച്ചർ പറഞ്ഞു രക്ഷിതാക്കളായിട്ടുള്ള ആളുകളുടെ വേദന ഭരണകൂടങ്ങളുടെ മുന്നിൽ അവരുടെ വാക്കുകൾ, പ്രിൻസിപ്പളിൻ്റെ വാക്ക് അവരുടെ മനസ്സിലേക്ക് ഒരു ചെറിയ ഐസിൻ്റെ കഷ്ണം വീഴുന്നത് പോലത്തെ തണുപ്പ്, ഈ ഒരു ആശ്വാസം ഈ സംഗമങ്ങളിലൂടെ, ഈ നടപടികളിലൂടെ, ഈ കലാലയങ്ങളിലൂടെ, ഇവിടുത്തെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിങ്ങളെ കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പറയേണ്ടവർ പറയുന്നില്ല, ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്നുള്ള വളരെ ജെന്യുവനായിട്ടുള്ള ഉള്ളിൽ തട്ടിയ പരാതിയും ഈ വേദിയിൽ നമ്മൾ കേട്ടു. ഒരാൾക്കും മറിച്ചൊന്നും പറയാൻ കഴിയാത്ത തരത്തിൽ, ഒരാൾക്കും അത് അങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ണു തുറച്ചു നിൽക്കുമ്പോൾ, ഞാനൊരാൾ ഏറ്റാലോ ഞാനൊരാൾ പറഞ്ഞാലോ ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വിച്ചിട്ടതുപോലെ സെക്കൻഡ് കൊണ്ട് പരിഹാരമാകുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കുമില്ല. ഞാനും ഈ പറഞ്ഞതുപോലെ ഒരു ഡിസിഷൻ മേക്കറോ കോമ്പറ്റീറ്റീവായി പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിപ്പിക്കാൻ കഴിയാവുന്ന ആളൊന്നുമല്ല എന്നുള്ള എല്ലാ പരിമിതികളും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പാർലമെന്റിന് അകത്തും പുറത്തും ഇവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ച കാര്യങ്ങൾ സർക്കാരിന് മുന്നിലും സർക്കാരിൻ്റെ ഉള്ളിലുള്ളവരോടും പറയേണ്ടവരുടെ ശബ്ദങ്ങളിൽ ഒന്ന് എൻ്റേതായിരിക്കും എന്നുള്ളത് ഈ സംഗമത്തിന് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പുതുതായി ബഹുമാനായ ശ്രീ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കരിക്കുലത്തെ സംബന്ധിച്ചു പോലുമുള്ള ആശങ്കകൾ, അതുപോലും പ്രൈമറി ഘട്ടത്തിന് അപ്പുറത്തേക്ക് വേറെ ആർക്കുമില്ല എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വളരുന്നതും വലുതാകുന്നതും അവരുടെ ജീവിതത്തിൽ പിന്നിടുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ബോധവും ഈ സർക്കാർ സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതിൻ്റെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു രക്ഷിതാവിൻ്റെ മനസ്സോടെ ആ കാര്യങ്ങളിൽ ഇടപെടും എന്നുള്ളത് ഒരു വലിയ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തന്നെ പറയാൻ ആഗ്രഹിക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആലോചനയിലുണ്ട്. ഞാൻ ഇതിന് മുമ്പ് സാധ്യ സ്ഥലങ്ങൾ വിളിച്ച 1-2 പരിപാടികളിൽ നേരം വൈകി വന്നും പങ്കെടുക്കാൻ കഴിയാതെ പോയിട്ടൊക്കെ എനിക്ക് കഴിഞ്ഞ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ അറിയിച്ചിരുന്നത്. കാരണം ആ ദിവസങ്ങളിൽ ഞാൻ അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അത്തരം പരിപാടികളിൽ അതൊരു പരിപാടിയായി നടക്കുമായിരുന്നു. പക്ഷേ ഒരു ലേണിംഗ് എക്സസൈസ് എന്ന നിലക്ക് കാര്യങ്ങളെ കുറച്ചും കൂടെ എങ്ങനെയായിട്ട് പഠിക്കാനും ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ കൂടെ ഉണ്ടാകാനും കഴിയാവുന്ന തരത്തിൽ ഒരു വരവ് തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുകയാണ്. ഈ വരവ് അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഉദ്ഘാടകന്റെ മനസ്സല്ല ജയേന്ദ്രേട്ട, ഞാൻ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടെയാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. പ്രിൻസിപ്പൾ പറഞ്ഞത് ശരിയാണ്. ഇത് പഠിക്കാൻ വന്നൊരു സ്റ്റുഡൻ്റാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കും, തുടർന്നും പഠിക്കാൻ ശ്രമിക്കും. എൻ്റെ തുടർ പഠന കരിക്കുലത്തിൽ ഈ മേഖലയും ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ എന്നെ കൊണ്ടാവുന്ന വേദികളിൽ ഈ കാര്യങ്ങൾ പറയും. ഉൽക്കി ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ അഭിമാനം കാക്കണമെന്ന് പറഞ്ഞിട്ടാണ് പ്രിയപ്പെട്ട മഠത്തിൽ ഈ പരിപാടിയെ സംബന്ധിച്ച് എന്നോട് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതും. ജയേന്ദ്രേട്ടനും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളും എല്ലാവരും അനുഭവമാഷണപ്പെടുന്ന ആളുകളൊക്കെ ഈ പ്രവർത്തികൾക്ക് കൂടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. ഞാൻ എന്താണെങ്കിലും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടിപ്പം
സ്കൂളിൽ ജിമ്മിൻ്റെ കാര്യം അതെങ്ങനെ ഉപയോഗപ്പെടുന്നു, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് കൂടുതൽ വന്നാൽ അതെങ്ങനെ ഈ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്ക് സഹായമാവുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ ഗവൺമെൻറ് ഫണ്ടിൻ്റെ വിനിയോഗത്തിൻ്റെ മാനദണ്ഡങ്ങളും എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുണ്ടെങ്കിൽ കഴിയാവുന്ന തരത്തിൽ അതിൻ്റെ രൂപത്തിൽ MP ഫണ്ടിൽ നിന്നാണെങ്കിലും, അതില്ലെങ്കിൽ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ വെച്ച് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണെങ്കിലും പറ്റാവുന്ന കാര്യങ്ങൾ ഈ അക്കാഡമിക് വർഷം തന്നെ സ്കൂളിന് വേണ്ടി ചെയ്യും എന്നതും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയൊരു നിർദ്ദേശം അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട പേര് എൻ്റെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് നേടാൻ കഴിയും എന്ന കാര്യത്തിലും സംശയമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മേഖലയാണ്. കുറേ പ്രസംഗിച്ചിട്ടോ പറഞ്ഞുകൊണ്ടോ കാര്യമില്ല എന്നുള്ള നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചുവടുകൾ അത് ഈ വർഷം തന്നെ നമ്മൾ മുന്നോട്ട് വെക്കും. കഴിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനും, അതുപോലെ ഭരണകൂടങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ, നിങ്ങളുടെ ശബ്ദം ആരുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ല എന്നുള്ള പരാതി അത് നിങ്ങൾക്കില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കേണ്ടവർ കേൾക്കുന്നിടത്ത് പറഞ്ഞിരിക്കും എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കിവിടുത്തെ അധ്യാപകരോട് ഇപ്പോൾ അവർക്ക് പലപ്പോഴും തൊഴിലുമായി ബന്ധപ്പെട്ട സംരക്ഷണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനോ അവർ ചെയ്യുന്ന ജോലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും തുലവും കുറവായി. പ്രിൻസിപ്പൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണുന്ന ഒരാൾക്ക് തുടരാൻ കഴിയാവുന്ന ഒന്നല്ല. ഉദാഹരണത്തിന് ഞാനൊരു ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ഒരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്ന ഒരു കുട്ടിയാണെന്ന് പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു. ആ കുട്ടി ഞാൻ ക്ലാസ് റൂമിൽ ചെന്നപ്പോൾ ആ കുട്ടി മൂത്രമൊഴിക്കുകയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായും എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു ചിന്ത, ടീച്ചറെ പാമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ പരമാവധി അത് ഉപയോഗിക്കാതിരിക്കാനും നോക്കും, എന്നാലും ചിലർക്ക് ഉപയോഗിക്കേണ്ടി വരും. ഉപയോഗിക്കാതിരിക്കാൻ നോക്കുന്നത് അവർക്ക് മൂത്രമൊഴിക്കാനായി എന്നുള്ള തരത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ വല്ല പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയുമ്പോൾ പിന്നെ അവർക്ക് മൂത്രമൊഴിക്കാനായി എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഒരു പദവിയായിട്ടോ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടോ തുടരാവുന്ന ഒരു ജോലിയല്ല. നേരെ മറിച്ച് ഉള്ളിലെ മനുഷ്യത്വം അതുള്ളവർക്ക് മാത്രം തുടരാൻ കഴിയാവുന്ന ഒരു ഉത്തരവാദിത്തമാണ് ബഹുമാന്യരായ ഇവിടുത്തെ അധ്യാപകർ അവരേറ്റെടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയും. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല അവസരങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഇതിൻ്റെ ഈ പറയുന്ന എല്ലാവരും ബേർഡനായി കാണാൻ ശ്രമിക്കുന്നവരെ ദൈവം കൊടുത്ത സമ്മാനമായി കണ്ട് കൂടെ മുറുകെ പിടിച്ച് നടക്കുന്ന രക്ഷിതാക്കൾ അവരുടെ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ജോലിക്ക് പോലും കഴിയാത്ത തരത്തിൽ വീടുകളിൽ അടച്ചിടപ്പെടേണ്ടി വരുമ്പോഴും ആ മക്കളെ പൊന്നുപോലെ കാക്കുന്ന എന്നെ പ്രിൻസിപ്പൾ എനിക്ക് ഈ ബൊക്ക തന്നിട്ട് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് സ്വാഗതം എന്നുള്ളതാണ്. ഈ സ്വർഗത്തെ തീർക്കുന്നത് ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ആ സ്വർഗത്തിന് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് അധികമായി, ചെയ്യുന്നതാണ് അധികമാവേണ്ടത്. ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. ഒരു ചുവടെങ്കിലും ഈ വർഷം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വെച്ചിരിക്കും എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് സംസാരിച്ച് തീരുമാനിക്കാം. പ്രവേശനോത്സവങ്ങൾ ഒരുപാട് പങ്കെടുക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുടെ ചെറിയ ചിരി, വലിയ കരച്ചിലുകളും അവർ ടീച്ചറുടെയും രക്ഷിതാക്കളുടെയും കാലിൽ പിടിച്ചു തൂങ്ങി ക്ലാസ്സിൽ നിന്ന് പുറത്തുവിടാതിരിക്കാൻ ശ്രമിക്കുന്നത്, കയ്യിൽ കിട്ടുന്ന കുഞ്ഞു മിഠായിയുടെ പേരിലുള്ള സന്തോഷങ്ങളും ഈ പറയുന്ന പൂക്കളെ കൊണ്ട് അവർ സ്വാഗതം ചെയ്യുന്നുള്ളവരുടെ കൗതുകങ്ങളും ഉൾപ്പെടെ വർഷങ്ങൾ നിരവധി MLA എന്നുള്ള നിലക്കും ജനപ്രതിനിധി എന്നുള്ള നിലക്കും ഒക്കെ കാണാനും പങ്കെടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോയി ആ കരച്ചിലും കണ്ടിട്ടുണ്ട് സ്വന്തം മകളുടെ. പക്ഷേ പ്രവേശനോത്സവങ്ങളുടെ എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എൻ്റെ ഉള്ളിൽ ഏറ്റവും ഹൃദ്യമായതും എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും എനിക്ക് വായിക്കാൻ കഴിയാത്തതുമായ ഒന്ന് ഇന്നത്തെ ദിവസം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാനും തിരിച്ചറിയുന്നു. പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കണ്ടുണ്ട്. നല്ല വിൽപ്പന ഉണ്ടായിരുന്നു.
ഉണ്ടാവണം. ഇതാണ് അവരെ സ്കിൻ വാങ്ങിച്ചിട്ട് അവരെ ഉൽപ്പന്നങ്ങളിൽ വളരെ കുറച്ചെണ്ണം മാത്രമാണ് അങ്ങേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷാഫി പറമ്പിലെത്തി സ്കൂളിൽ വേണ്ടി സി ഹനീഫ മാസ്റ്റർ സംസാരിച്ചു. സൂചിപ്പിച്ചതുപോലെ നേരത്തെ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ചെയ്തികളിലൂടെ കാണിക്കും. പുതിയ അനുകൂലമായ സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനുവേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും നമുക്കൊക്കെ പറയാനുള്ളത് നമ്മുടെയൊക്കെ വാക്കിലല്ല പ്രവൃത്തിയിലാണ് നമ്മളൊക്കെ ഇവിടെ മാതൃക കാണിക്കുന്നത്. മാറ്റം വാക്കും പ്രവൃത്തിയും മുന്നോട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ നമസ്കാരം ഈ ചടങ്ങ് ഞാൻ ഫൗണ്ടർ അത് കഴിയട്ടെ, ഫോട്ടോ എടുക്കട്ടെ, ഫോട്ടോ എടുക്കട്ടെ. രാവും പകലൊക്കെ ഇതിനു വേണ്ടി. താങ്ക് യു.